എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 35-36 വാക്യങ്ങൾ. യോഹന്നാൻ 9:35-36 വാക്യങ്ങൾ. അവനെ പുറത്താക്കി എന്ന് യേശു കേട്ടു. അവനെ കണ്ടപ്പോൾ, നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, യജമാനനെ, അവൻ ആരാകുന്നു, ഞാൻ അവനിൽ വിശ്വസിക്കാം എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. സത്യവെളിച്ചമായ കർത്താവിനെ സ്വീകരിക്കാൻ പിറവിയിലെ കുരുടനായിരുന്ന മനുഷ്യന് സാധിച്ചതിന്റെ വിവരണമാണ് 9-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത്. യേശുവിനെ തള്ളിപ്പറയാനുള്ള പരീശരുടെ നിർദ്ദേശം സൗഖ്യമായ അന്ധനായിരുന്ന യാചകൻ നിരാകരിച്ചതുകൊണ്ട് പ്രതീക്ഷിച്ച പ്രത്യാഘാതം ഉണ്ടായി. സിനഗോഗിലെ ആരാധനയിൽ നിന്നും യഹൂദ കൂട്ടായ്മയിൽ നിന്നും അയാൾ പുറത്താക്കപ്പെട്ടു. അതറിഞ്ഞ് യേശു അയാളെ അന്വേഷിച്ചു ചെല്ലുകയും ദൈവപുത്രനെ കുറിച്ചുള്ള പൂർണ്ണ വെളിപ്പാട് അയാൾക്ക് നൽകുകയും ചെയ്തു. യേശുവിൻ്റെ ആളത്വത്തിൽ അയാൾ വിശ്വസിക്കുകയും യേശുവിനെ നമസ്കരിക്കുകയും ചെയ്തു. അപ്പോൾ യേശുവിനെ കണ്ടെത്തും മുൻപ് അയാൾ ജനനം മുതൽ അന്ധനായിരുന്നു. അജ്ഞതയുടെയും പാപത്തിൻ്റെയും ക്രൂരമായ അന്ധകാരത്തിൽ തപ്പിത്തടയുന്ന പാപത്തിൽ വീണുപോയ മനുഷ്യൻ. അതിൻ്റെ ഒരു പ്രതീകമായിരുന്നു അയാൾ. സ്വയ നന്മകൾ ഘോഷിക്കുന്ന ഒരു മതഘടനയിൽ നിന്ന് രക്ഷയുടെ ഒരു തരി വെളിച്ചം പോലും കിട്ടാതെയിരുന്ന മനുഷ്യരുടെ പ്രതിനിധിയായിരുന്നു ഈ അന്ധൻ. വീണുപോയ മനുഷ്യവർഗത്തിന്റെ രക്ഷയുടെ വഴി യേശുക്രിസ്തുവിലൂടെയാണ് അയാൾ അന്വേഷിച്ചു വരുന്ന ദൈവ കൃപയോട് പ്രതികരിക്കുകയും സൗഖ്യമാവുകയും ചെയ്തു. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അയാളുടെ ധാരണകൾ ക്രമമായി വളരുന്നത് ഇവിടെ നമ്മൾ കാണുന്നു. കനാന്യ സ്ത്രീ യേശുവിനെ ക്രമാനുഗതമായി അറിഞ്ഞതുപോലെ ഈ ചെറുപ്പക്കാരനും യേശുവിനെ അറിഞ്ഞു. യേശു എന്ന മനുഷ്യനിൽ നിന്നും പ്രവാചകനായും സൗഖ്യദായകനായും ദൈവത്തിൽ നിന്ന് വന്നവനായും ഒടുവിൽ നമസ്കരിച്ച് ആരാധിക്കേണ്ട കർത്താവായും അയാൾ യേശുവിനെ മനസ്സിലാക്കുന്നു. വാസ്തവത്തിൽ അയാളുടെ അന്ധത മാറുന്നത് ഈ തിരിച്ചറിവുകൾ ഉണ്ടായപ്പോഴാണ്. സകല മനുഷ്യർക്കും ഒരു മാതൃകയാകാൻ കൊള്ളാവുന്ന ഒരു വ്യക്തിത്വത്തെ തന്നെയാണ് ഈ സൗഖ്യദായക ശുശ്രൂഷയിലൂടെ നമ്മൾ കാണുന്ന അന്ധൻ. ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ കാണുന്നത് അവനെ പുറത്താക്കി എന്ന് യേശു അറിഞ്ഞു. ഈ പുറത്താക്കപ്പെട്ട മനുഷ്യന്റെ അരികിലേക്ക് വരുന്ന കർത്താവ് ലോകചരിത്രത്തിൽ ഇന്നും നമ്മോട് കൂടെയുള്ള ദൈവമാണ്. പല കാരണങ്ങൾ കൊണ്ട് പല ഘടകങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെടലുകൾ നടക്കാം. അത് കുടുംബത്തിൽ നിന്നായാലും സമൂഹത്തിൽ നിന്നായാലും ഔദ്യോഗിക ജോലി ഇടങ്ങളിൽ നിന്നായാലും എവിടെയെങ്കിലും പുറത്താക്കപ്പെട്ടവന്റെ അരികിൽ വരുന്ന കർത്താവ് ഇതൊരു വലിയ സൂചനയാണ്. ദൈവസാന്നിധ്യത്തിൻ്റെ ശക്തമായ സൂചനയാണ്. ആരും ആശ്രയമില്ലാത്തവരുടെ അരികിലേക്ക് വരുന്ന കർത്താവ് അവനെ ചേർത്ത് പിടിക്കാൻ. ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നിനക്ക് കൂട്ടായ്മയുണ്ട് എന്ന് പറയുന്ന കർത്താവ്. പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ നമ്മൾക്ക് ഈ ഒരു വേദഭാഗം കുറേ അധികം സത്യങ്ങൾ നൽകുകയും നമ്മളെ ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. ലോകത്തിലേക്കുള്ള യേശുവിൻ്റെ ആഗമനത്തെക്കുറിച്ചും അതിൻ്റെ സ്വാധീനത്തെക്കുറിച്ചുമൊക്കെ കർത്താവ് ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. അന്വേഷിച്ചു വരുന്ന ദൈവകൃപയോടുള്ള നമ്മുടെ പ്രതികരണ ലക്ഷ്യങ്ങൾ കേവലം സൗഖ്യവും സന്തോഷവും സമാധാനവും മാത്രമല്ല. പ്രതികൂലങ്ങളുടെ മധ്യേ സാക്ഷീകരിക്കാൻ നമുക്ക് കർത്താവിനെ സാക്ഷീകരിക്കാൻ കഴിയുമോ എന്ന ശക്തമായ ചോദ്യം കൂടെ ഉണ്ട്. ബന്ധുക്കളും സ്നേഹിതരും
നമ്മുടെ ദൈവിക പ്രതിബദ്ധതയെ എതിർക്കുമ്പോൾ നമുക്ക് അവരോട് ദൈവസ്നേഹത്തിൽ പ്രതികരിക്കാനും മുൻപേ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കാനും കഴിയണം. നമ്മിലേക്ക് വരുന്ന ദൈവിക പ്രകാശത്തെ വർത്തമാനമായ തരത്തിൽ സ്വീകരിക്കാൻ കഴിയാതെ ലഭിച്ച പ്രകാശത്തെ കൊണ്ട് തൃപ്തി അടയുന്ന മാനസിക ഭാവം നമ്മെ തളർത്തുമെന്നറിഞ്ഞ് വളരാൻ കർത്താവ് നമ്മളെ സഹായിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട കർത്താവെ, നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഒരു പുതിയ ദിവസം കൂടെ ഞങ്ങളുടെ ആയുസ്സിൽ ദാനമായി നൽകിയല്ലോ. ആഴ്ചയുടെ അവസാന ദിനമായ ശനിയാഴ്ച പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിൽ വന്ന് ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ദൈവം മുൻപാകെ സമർപ്പിക്കുകയും അങ്ങയെ ധ്യാനിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ അവിടുത്തെ കൃപ കൂടെ ഇരുന്ന് ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളുടെ സമീപെ വന്ന് അവിടുത്തെ ചാരത്ത് നിർത്താൻ അവിടുന്ന് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതോർത്ത് സ്തോത്രം. സാന്ത്വനത്തിൻ്റെ കരം, അശക്തമായ സ്പർശം ഞങ്ങൾക്കും നൽകണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർക്കുന്നു. ജീവിതത്തിൻ്റെ നിർണായകമായ വഴിത്തിരിവുകളിൽ ദൈവകൃപ അന്വേഷിപ്പാനും അറിയുവാനും അനുഭവിപ്പാനും പുതിയ വർഷത്തിൽ എല്ലാവരെയും സഹായിക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നാം ഏവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.